2023 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഒക്ടോബർ മാസം 2-ാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം എന്ന നീണ്ട കഥ, നോവലറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധം സ്വല്പം ദീർഘമായ കഥ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഒരു വർഷത്തിന് ശേഷം അത് പുസ്തകമാവുകയും വ്യാപകമായി മലയാളി വായനക്കാർക്കിടയിൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഇനിയും ചർച്ച ചെയ്യപ്പെടാനിരിക്കുകയും ചെയ്യുന്ന ഒരു കൃതി എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ സമകാലിക നോവലിസ്റ്റുകളുടെ, കഥാകാരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരിൽ ഒരാൾ 10 വർഷത്തിന് ശേഷം എഴുതുന്ന കഥ എന്ന പ്രാധാന്യവും ജ്ഞാനസ്നാനത്തിനുണ്ട്. ഒരു പതിറ്റാണ്ടിന് ശേഷം വളരെ അധികം അനുവാചക ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരെഴുത്തുകാരൻ ഒരു ദീർഘമൗനത്തിന് ശേഷം ഒരു കഥ എഴുതുന്നു. കഥാകാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ, ഇപ്പോൾ തന്നെ വളരെ അധികം ശ്രദ്ധേയനായ ഒരു കഥാകൃത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രം ഒരു കഥയുമായി മുന്നോട്ട് വരികയും അത് മികച്ച ഒരു ആഖ്യാന ശില്പമായി തീരുകയും അതിന് അർഹമായ വായനയും പരിഗണനയും കിട്ടുകയും ചെയ്യുന്നു എന്നതാണ് ജ്ഞാനസ്നാനത്തിൻ്റെ സവിശേഷത. 7 ഖണ്ഡങ്ങളിലായി ഒരു ചരിത്ര മുഹൂർത്തത്തെയാണ് ആവിഷ്കരിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ തൻ്റെ കഥയിൽ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ 1930 നടന്ന ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്ര, ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്രയാണ് 7 ഖണ്ഡങ്ങളിലായി കഥയിൽ പ്രമേയവൽക്കരിക്കപ്പെടുന്നത്. ഇതെങ്ങനെ ഒരു കഥയായി മാറുന്നു, എങ്ങനെ ചരിത്രം കഥയായി, ചരിത്രത്തിൻ്റെ ചർക്കയിലൂടെ എങ്ങനെ ചരിത്ര വസ്തുതകൾ കഥനത്തിൻ്റെ ആഖ്യാന ഭാവനയുടെ ചർക്കയിലൂടെ കടന്ന് എങ്ങനെ പരുത്തി നൂൽ പോലെ, പരുത്തി വസ്ത്രം പോലെ ഒരാഖ്യാനമായി, ഒരു ഭാവനാ സൃഷ്ടിയായി, ഒരു സർഗാത്മക സാഹിത്യകൃതിയായി മാറുന്നു എന്നതിൻ്റെ മികച്ച ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം എന്ന കഥ. സാധാരണ വസ്തുതകളെ അധികരിച്ചുള്ള രചനകളെ നമ്മൾ രണ്ടായി തിരിക്കാറുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് എന്നും ഹൈപ്പോ ടെക്സ്റ്റ് എന്നും. അതിനാധാരമായ വസ്തുതകൾ ഹൈപ്പോ ടെക്സ്റ്റ് എന്നും അതിൽ നിന്നുണ്ടായിത്തീരുന്ന ചരിത്ര ആശ്രിതമായ ഭാവനാ സൃഷ്ടിയെ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഉദാഹരണമായി വേണമെങ്കിൽ ടോൾസ്റ്റോയിയുടെ വാർ ആൻഡ് പീസ് എന്ന ബൃഹത്തായ നോവൽ അത്തരത്തിലൊരു ഹൈപ്പർ ടെക്സ്റ്റാണ്. ചരിത്രമെന്ന ഹൈപ്പോ ടെക്സ്റ്റിനെ ആശ്രയിക്കുന്ന, അവലംബിക്കുന്ന ഒരു ഹൈപ്പർ ടെക്സ്റ്റാണ് വാർ ആൻഡ് പീസ് പോലൊരു ബൃഹത്തായ നോവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ജ്ഞാനസ്നാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പരിധി എന്ന് പറയുന്നത്, അതിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു നോവലിൻ്റെതല്ല, അല്പം നീണ്ട ഒരു കഥയുടേത് മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ്, ചരിത്ര സംഭവമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായകമായ ഒരു സംഭവമാണ്, ഒരു സമരമാണ്. വളരെ അഹിംസാത്മകമായി ഗാന്ധിജി നടപ്പിലാക്കിയ ഒരു സമരമാണ് അതിൻ്റെ പ്രമേയമായി മാറുന്നത്. ഇതിനെ എങ്ങനെ ആഖ്യാനവൽക്കരിക്കാം എന്നതാണ് കഥാകൃത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ എങ്ങനെ സുഭാഷ് ചന്ദ്രൻ എന്ന കൈത്തഴക്കം എന്ന കഥാകാരൻ നേരിടുന്നു എന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. വിത്തൽ ലീലാധർ ഠക്കർ എന്ന 16 വയസ്സുകാരനായ ഒരു ബാലൻ്റെ നോട്ടപ്പാടിലാണ് ഈ കഥ എഴുതപ്പെടുന്നത്. ബാലനെന്ന് പറയാം, കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന, ഒരുപക്ഷെ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത 81 പേരിൽ ഏറ്റവും ഇളയ ആളായിരുന്നു വിത്തൽ ലീലാധർ ഠാക്കർ എന്ന ഈ കുട്ടി, അല്ലെങ്കിൽ കുട്ടിപ്രായം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന, കൗമാരത്തിൽ കാലൂന്നിയ വിത്തൽ ലീലാധർ. മറ്റൊരു കഥാപാത്രം പണ്ഡിറ്റ് ഖരെയാണ്. പണ്ഡിറ്റ് ഖരെ എന്ന ഗാന്ധിജിയുടെ ആശ്രമത്തിലെ, സബർമതി ആശ്രമത്തിലെ സംഗീതാധ്യാപകനായ ഖരെയാണ് ഈ കഥയിലെ വിത്തലിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന, വലിയ വാത്സല്യത്തോടു കൂടി അവനെ പരിഗണിക്കുന്ന മറ്റൊരു ഉപ്പ് സത്യാഗ്രഹ യാത്രക്കാരൻ. പക്ഷെ ഇവരാരുമല്ല ഈ കഥയിലെ മഹാകഥാപാത്രം എന്ന് പറയുന്നത്, കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ വ്യക്തിത്വമാണ്. സ്വന്തം രാഷ്ട്രീയ സ്വത്വത്തെ വലിയ ഒരു ആത്മീയ സ്വത്വമാക്കി പരിവർത്തിപ്പിച്ച ഗാന്ധിജിയാണ് ഒരുപക്ഷെ ഈ കഥയിലെ ഏറ്റവും വലിയ കഥാപാത്രം. കഥയെയും കവിഞ്ഞുയർന്നു നിൽക്കുന്ന കഥാപാത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത 4 മലയാളികളും കഥയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. രാഘവൻ, കൃഷ്ണൻ, ശങ്കരൻ, ടൈറ്റസ് എന്നിങ്ങനെ 4 പേർ. ഇവർ വെളിച്ചെണ്ണയുമായിട്ടാണ് ദണ്ഡിയാത്രയ്ക്ക് വേണ്ടി ഗാന്ധിജിയോടൊപ്പം
അണിചേരുന്നത്. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ എന്ന് പ്രത്യേകം പറയണം. കേരളത്തിൽ മാത്രം ലഭ്യമായ വെളിച്ചെണ്ണ, നാളികേരം ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ എന്ന് പറയണം. ഈ വെളിച്ചെണ്ണയ്ക്ക് എന്താണ് ദണ്ഡി യാത്രയിൽ പ്രസക്തി എന്നാണെങ്കിൽ, സഞ്ചാരികളുടെ കാൽനടയായി ദിവസങ്ങൾ പിന്നിട്ട് ദണ്ഡി കടപ്പുറത്ത് എത്തേണ്ട ഈ യാത്രികരുടെ കാലുകളിൽ, പൊള്ളച്ചു വീർത്ത കാലുകളിൽ പുരട്ടാൻ വേണ്ടിയുള്ള സ്നേഹലേപനമായിരുന്നു ആ വെളിച്ചെണ്ണ. സ്നേഹലേപനം എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട് നമുക്കറിയാം. എണ്ണയും സ്നേഹമാണ് എന്ന് നമുക്കറിയാം. സ്നേഹം എന്ന വാക്കിന് എണ്ണ എന്നും നമ്മുടെ മനസ്സുകളെ സ്നിഗ്ധമാക്കുന്ന ലവ് എന്നൊരു അർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. ഈ സ്നേഹലേപനമായി മാറാൻ വേണ്ടിയിട്ടാണ് ദണ്ഡി സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത 79 പേരെ, പിന്നീടാണ് 2 പേർ കൂടി ഇടയിൽ നിന്ന് കൂടി ചേർന്ന് അവർ 81 പേരായി മാറുക. ഈ കഥയിൽ ഒരിടത്ത് ആദ്യ ഭാഗത്ത് തന്നെ സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട്, 79 ജോഡി ആൺകാലുകൾ യാത്ര ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം സ്ത്രീകളെയും പെൺകുട്ടികളെയും യാത്രയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇടയിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സത്യാഗ്രഹികളെ എന്നുകൊണ്ട് മാത്രം ഗാന്ധിജി യാത്രയിൽ നിന്ന് സ്ത്രീകളെയും പെൺകുട്ടികളെയും യുവതികളെയും ഒഴിവാക്കിയിരുന്നു. അങ്ങനെ 79 ജോഡി ആൺകാലുകളുടെ പ്രയാണം ആരംഭിച്ചു, പദയാത്ര ആരംഭിച്ചു എന്നാണ് കഥയുടെ പ്രാരംഭത്തിൽ നമ്മൾ വായിക്കുക. അക്കൂട്ടത്തിൽ ഈ 4 മലയാളികളും ഉണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണയെ കഥയിൽ സുഭാഷ് ചന്ദ്രൻ എന്ന കഥാകാരൻ വിവരിക്കുക പ്രഭാത വെയിൽ പോലെ തെളിഞ്ഞ വെളിച്ചെണ്ണ എന്നാണ്. അതിലൊരു ആത്മീയ ചൈതന്യം കൂടി, സ്നേഹത്തിൻ്റെ ലീന ചൈതന്യം കൂടി കലർന്നിരുന്നു എന്ന അർത്ഥത്തിൽ. ഈ യാത്ര കടന്നു പോകുന്ന വഴിയിൽ ഒരിടത്ത് ഒരു തീവണ്ടിപ്പാളം മുറിച്ചു കിടക്കെ ഗാന്ധിജിയുടെ കാലിൽ ഒരു പരിക്ക് പറ്റുന്നു. അത്ര സാരമൊന്നും അല്ലാത്ത ഒരു പരിക്ക്. അപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരുന്ന അമോദ് എന്ന പേരായ ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടുത്തെ ഒരു മുസ്ലിം ഭിഷഗ്വരൻ, വൃദ്ധനായൊരു മുസ്ലിം ഭിഷഗ്വരൻ ഗാന്ധിജിയുടെ കാലിലെ മുറിവിനെ പരിചരിക്കുന്നു. ഈ പരിചരണ മുഹൂർത്തമാണ് കഥയിലെ പ്രധാനപ്പെട്ട ആഖ്യാന സന്ദർഭങ്ങളിൽ ഒന്ന്. ആ മുറിവ് പരിശോധിക്കുന്ന മുസ്ലിം ഭിഷഗ്വരൻ്റെ നെറ്റിയിൽ നിന്ന് മൂക്കിൻ തുമ്പിലൂടെ നീണ്ട താടിയിലൂടെ ഒരു വിയർപ്പ് കണം ആ മുറിവിലേക്ക് വീണു. അങ്ങനെ അത് ആ രക്തവുമായി, ഉപ്പ് കലർന്ന ആ വിയർപ്പ് കണം ഗാന്ധിജിയുടെ മഹാത്മാവിൻ്റെ രക്തവുമായി കലർന്നു. അന്ന് മൗനാചരണത്തിൻ്റെ ദിവസമായിരുന്നതുകൊണ്ട് ഓ എന്ന വ്യാക്ഷേപകത്തെ, തൻ്റെ ചൊടിയിൽ നിന്ന് പുറപ്പെട്ട ഓ എന്ന വ്യാക്ഷേപകത്തെ ഓം എന്നാക്കി മാറ്റിക്കൊണ്ട് ഗാന്ധിജി തൻ്റെ ചുണ്ടുകൾ പൂട്ടി എന്ന് നമ്മൾ കഥയിൽ വായിക്കുന്നു. ആ മുഹൂർത്തത്തിൽ അവരെ ചൂഴ്ന്നു നിന്നത് ഈ ഭൂമിയുടേതല്ലാത്ത ഒരു വെളിച്ചമായിരുന്നു എന്നും വായിക്കുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജി ഉപ്പുകുറുക്കൽ സമരത്തിൻ്റെ മുന്നോടിയായി ഒരു സാഗര സ്നാനത്തിന് ഒരുങ്ങുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 3 പേരിൽ ഒരാൾ ലീലാധർ എന്ന ബാലനായിരുന്നു. മറ്റൊരാൾ ഒരു ദളിത് ബാലനായിരുന്നു, ഖരഗ്ജി എന്നു പേരുള്ള ദളിത് ബാലനായിരുന്നു. മറ്റൊരാൾ അബ്ബാസ് വർത്തേജി എന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിരുന്നു. ഈ 3 പേരുടെ അകമ്പടിയോടുകൂടി ഗാന്ധിജി തൻ്റെ സാഗര സ്നാനം, കഥാകൃതജ്ഞാന സ്നാനം എന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്വയം വിശുദ്ധീകരിക്കുന്ന, വിമലീകരിക്കുന്ന സമുദ്ര സ്നാനത്തിന് ശേഷം, അതൊരു സമുദ്ര സ്നാനമായിരുന്നില്ല, ജ്ഞാനസ്നാനമായിരുന്നു എന്നിടത്താണ് അത് വലിയ ആത്മീയ ശോഭയുള്ള ഒരു വാക്യമായി, ഒരു പദമായി, ഈ കഥയിലെ കേന്ദ്ര ആശയമായി മാറുക. കേവലം ഒരു സാഗര സ്നാനത്തെ ഗാന്ധിജി കടലിലിറങ്ങി കുളിച്ചു, അതിനുശേഷം ഉപ്പ് കുറുക്കി എന്ന് പറയുന്നതിന് പകരം അതൊരു ജ്ഞാനസ്നാനമായിരുന്നു. അതിൽ അന്തർലീനമായ ജ്ഞാനം എന്തായിരുന്നു എന്നും കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജീവോ ജീവസ്യ ജീവനമെന്ന് പഴയൊരു പ്രമാണമുണ്ട്. ജീവികൾ ജീവികളെ കൊണ്ട് ജീവിക്കുന്നു, ജീവികളെ കൊന്നു തിന്ന് ജീവിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിയുടെയും ജീവനെടുക്കാത്ത ഒരേ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഉപ്പ്. അതുകൊണ്ട് പൂർണ്ണമായും അഹിംസയുടെ വെളുപ്പാണ്, വെണ്മയാണ് ഉപ്പിൻ്റെ വെണ്മയായി, ഉപ്പിൻ്റെ ലാവണ്യമായി, അല്ലേ? ലാവണ്യം എന്ന വാക്ക് ഒരുപക്ഷെ ലവണം എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ ഭക്ഷണങ്ങൾക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് രുചി പകരുന്നത് എന്ന അർത്ഥത്തിൽ ഉപ്പ്, അല്ലേ? നീ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന ബൈബിൾ വാക്യത്തിനുള്ള അത്ര വ്യാപ്തിയുണ്ട് ഈ സന്ദർഭത്തിൽ ഗാന്ധിജി കുറുക്കുന്ന ഉപ്പിന്. അത് അഹിംസയുടെ ഉപ്പായിരുന്നു. ഒരു ജീവിയെയും ഹനിക്കാതെ സാഗര ജലത്തിൽ നിന്നെടുക്കുന്ന, കടൽ വെള്ളത്തിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ ഭക്ഷ്യങ്ങളിലും അതിന് രുചി പകർന്നുകൊണ്ട് അതിൻ്റെ ചേരുവയായി തീരുകയും ചെയ്യുന്ന ആ ഉപ്പ് അഹിംസയുടെ
തപ്പാണ് എന്ന ജ്ഞാനത്തിലാണ് ഒരുപക്ഷെ ഗാന്ധിജി തൻ്റെ ഉപ്പുകുറുക്കൽ സത്യാഗ്രഹത്തിന് മുന്നോടിയായി സ്നാനം ചെയ്തത് എന്ന അർത്ഥത്തിൽ, ഇറങ്ങി മുങ്ങിയത് എന്ന അർത്ഥത്തിലായിരിക്കാം സുഭാഷ് ചന്ദ്രൻ ഈ കഥയ്ക്ക് ഒരുപക്ഷെ അമോദി എന്ന പേര് നൽകാമായിരുന്നു, കൂടുതൽ സെൻസേഷണലായ പേര് നൽകാമായിരുന്നു ഈ കഥയ്ക്ക് ജ്ഞാനസ്നാനം എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അമോദിയിലേക്ക് വരാം. ഈ യാത്രയുടെ ഒടുവിൽ താൻ കാണുന്ന ഒരു സ്വപ്നത്തിൽ അന്നന്ന് നടന്ന സംഭവങ്ങളെ, യാത്രയിലെ ഓരോ ഘട്ടത്തെയും തൻ്റെ ദിനസരി പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ മഹാത്മാവ് വിത്തലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ താൻ തൻ്റെ ഡയറിയിൽ എഴുതുന്നതായി വിത്തൽ കാണുന്ന ഒരു സ്വപ്നത്തിൽ, അമോദി എന്ന ഗ്രാമത്തിലെ മുസ്ലിം ഭിഷഗ്വരൻ എന്നെഴുതിയ വിത്തലിനെ സ്വപ്നത്തിൽ കടന്നു വന്ന് തിരുത്തിക്കൊണ്ട് ഗാന്ധിജി പറയുന്നു, ആരെയും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ പരാമർശിക്കാനേ പാടില്ല, വേണമെങ്കിൽ ദേശപ്പേരിലായിക്കോളൂ, അതിനാൽ അയാൾ അമോദിയാകുന്നു. അമോദി എന്ന വാക്കിന് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയാർത്ഥവും പ്രതിഷേധ ധ്വനികളുമുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ വിഭജനങ്ങളെയും വളരെ മതേതരമായ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയത്താൽ അന്വയിക്കുന്ന, അത് കഥയിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്, കഥയിൽ ഗാന്ധിജിയുടെ വാക്കുകളായി നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ ഭയജനകമായ വാക്കുകൾക്കും മുൻപിൽ അകാരം ചേർത്ത് അതിനെ അഭയപദങ്ങളാക്കി മാറ്റി മഹാത്മാവ്. അഹിംസ, അപരിഗ്രഹം, അസ്തേയം എന്നിവ പോലെ. എന്ന ഉപസർഗവുമായി ചേർന്ന് ഹിംസ അഹിംസയാകുന്നത് പോലെ, പരിഗ്രഹം പിടിച്ചെടുക്കലാണെങ്കിൽ അപരിഗ്രഹം എല്ലാം ത്യജിക്കാനുള്ള സന്നദ്ധതയാകുന്നത് പോലെ, സ്ഥേയം മോഷണമാണെങ്കിൽ അസ്തേയം മോഷ്ടിക്കാതിരിക്കൽ ആകുന്നത് പോലെ, ആരുടെയും ഒന്നും ബലപ്രയോഗത്തിലൂടെ കരസ്ഥമാക്കാതിരിക്കുന്നത് പോലെ, അമോദി എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യവും ഗാന്ധിയൻ ആത്മീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും അസാധാരണമായ കലർപ്പ് സാധിച്ച ഗാന്ധിയൻ ചൈതന്യത്തിൻ്റെ ഒരു ദീപശിഖയായും അങ്ങനെ ആ പദം മാറുന്നു. അവിടെ ഈ കഥ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഒരുപക്ഷെ വിത്തൽ ലീലാധരൻ്റെ നോട്ടപ്പാടിലാക്കിയതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ചാരുത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മുതിർന്ന ഒരാൾ കാണുന്ന ഗാന്ധിയല്ല, ഒരു കുട്ടി കാണുന്ന, എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി താൻ നോക്കിക്കാണുന്ന, തൻ്റെ ഒരു പിതൃസ്വരൂപമായി ഈ കുട്ടി നോക്കിക്കാണുന്ന, ഇവൻ്റെ അച്ഛൻ മരിച്ചിട്ട് അധിക കാലമായില്ല എന്ന സൂചനയുണ്ട് കഥയിൽ. വിത്തലിൻ്റെ അച്ഛൻ, അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വിത്തൽ എന്ന കുട്ടി കാണുന്ന, രാഷ്ട്രപിതാവ് എന്ന എല്ലാ ഇന്ത്യക്കാരും തങ്ങളുടെ മഹാപിതാവായി കാണുന്ന ഒരാളെ, ഒരു കുട്ടിയുടെ, അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ നോട്ടപ്പാടിൽ, ദണ്ഡിയാത്രയിൽ പങ്കെടുത്തു എന്ന് ചരിത്രം പറയുന്ന ഒരു കുട്ടിയുടെ നോട്ടപ്പാടിൽ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ കഥയുടെ ഒരു സവിശേഷത. മറ്റൊന്ന്, ഇതൊരു പദയാത്രയുടെ കഥയാണല്ലോ. പദയാത്ര എന്ന വാക്കിന് കാലുകൊണ്ടുള്ള നടത്തം എന്നതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടുള്ള, ഭാഷ കൊണ്ടുള്ള സഞ്ചാരമെന്നും അർത്ഥം ഉണ്ട്. വലിയ ഭാഷാ സൂക്ഷ്മതയോടുകൂടി എഴുതപ്പെട്ട ഒരു കഥയാണ്. ഉദാഹരണമായി ദണ്ഡി കടപ്പുറത്തെ ഉപ്പുകൂനകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗാന്ധിജി പറയുന്ന, അല്ലെ, ഗാന്ധിജി ഒരു വലിയ കവിയായിരുന്നു എന്ന് തോന്നിക്കുന്ന വിധം ഗാന്ധിജി പറയുന്ന ഒരു വാക്യമാണ്, സഹസ്രസ്തനിയായ കടലമ്മയുടെ മുലപ്പാൽ പൊടി എന്നാണ് ഈ ഉപ്പുകൂനകളെ പറ്റി പറയുക. സഹസ്രസ്തനിയായ കടലമ്മയുടെ മുലപ്പാൽ പൊടി എന്നാണ് ഉപ്പുകൂനകളെ പറ്റി ഗാന്ധിജി പറയുക. ഗാന്ധിജിയുടെ ഉദാത്തമായ കവിത്വം വെളിപ്പെടുന്ന, അല്ലെങ്കിൽ ഗാന്ധിജി ഒരു കവി കൂടിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു കഥാകൃത്തിൻ്റെ അഭിവാദ്യം കൂടിയാണ്, ഗാന്ധിജിക്കുള്ള ആത്മാഭിവാദ്യം കൂടിയാണ് ഈ വാക്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഗാന്ധിജിയെ പോലെ കവിത നിറഞ്ഞ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. ആർഭാടരഹിതമായ കവിത എന്നുകൂടി പറയണം. ഉദാഹരണമായി, പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ താക്കോലും രാത്രിയുടെ വാതിലുമാകുന്നു എന്നൊരു ഗാന്ധി സൂക്തമുണ്ട്. അത് കവിതയാണ് എങ്കിൽ ആ കവിതയുടെ ഒരു വിടർച്ചയോ വളർച്ചയോ ആണ് സഹസ്രസ്തനിയായ കടലമ്മയുടെ മുലപ്പാൽ പൊടിയായി ഉപ്പുകൂനകളെ കാണുന്ന ഈ വാങ്മയം. ഇങ്ങനെ മലയാളം ഉള്ള കാലത്തോളം നിലനിൽക്കാൻ ശേഷിയുള്ള ചില രൂപകങ്ങളുടെ, ചില ഭാഷാ സൃഷ്ടിയുടെ മുഹൂർത്തങ്ങളാൽ കൂടിയാണ് ഭാഷയിലുള്ള ജ്ഞാനസ്നാനമായി സുഭാഷ് ചന്ദ്രൻ കഥ മാറുന്നത്. കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയോ ഒരു കാലിക രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള ഒരു പ്രചാരണ രചനയോ ആയി മാറാതെ കാലാധിപർത്തി ആകാനിടയുള്ള ശേഷിയുള്ള ഒരു സർഗാത്മക സാഹിത്യ സൃഷ്ടിയായി ജ്ഞാനസ്നാനം മാറുന്നത് ഇക്കാരണത്താലാണ്. മഹാത്മാവിനെ
തുല്യ ശോഭയുള്ള ഒരു ഭാഷാശില്പം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു ജ്ഞാനസ്നാനം എന്ന സുഭാഷ് ചന്ദ്രൻ കഥ. നന്ദി, നമസ്കാരം.